കൊല്ലം ജില്ലയിലെ തേവലക്കരയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. പി.കെ. ഗോപിനാഥക്കുറുപ്പ് എന്നാണ് പേര്. പക്ഷേ കേരളത്തിലെ കലാപ്രേമികൾ ഈ മനുഷ്യനെ അറിഞ്ഞതും ആദരിച്ചതും മറ്റൊരു പേരിലാണ്. ഇത് മലയാള നാടകവേദിയിലെ പ്രതിഭാപ്രഭുത്വമേറെയുള്ള കലാകാരനാണ്. നാടക ആസ്വാദകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ സ്വന്തം ബേബിക്കുട്ടൻ. നടനായും നാടകകൃത്തായും സംവിധായകനായും ഗാനരചയിതാവുമൊക്കെയായി അരങ്ങിന്റെ പ്രിയപുത്രനായി ഈ കലാകാരൻ നിറഞ്ഞു നിന്നത് അരനൂറ്റാണ്ടോളം കാലമാണ്. ഒരു കാലത്ത് മലയാള നാടകവേദിയിലെ പ്രഗത്ഭനായ നടനായിരുന്നു എൻ്റെ അച്ഛൻ. തേവലക്കര കുഞ്ഞൻപിള്ള എന്ന് പറയും. അഗസ്റ്റിൻ ജോസഫ്, സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞി ഫാദർ, ഓച്ചിറവേലിക്കുട്ടി തുടങ്ങിയ അവരുടെ കൂടെ അഭിനയിച്ച ആളാണ്. പരബ്രഹ്മോദയ കലാസമിതിയിൽ അഭിനയിച്ച ആളാണ്. അപ്പോൾ അച്ഛൻ നല്ല സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ അച്ഛൻ കുട്ടിക്കാലത്ത് മുതലേ അച്ഛൻ പാട്ട് പാടുകയും മറ്റു കാര്യങ്ങൾ, പിന്നെ കിളിപ്പാട്ട് വായന, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരു ബാല്യകാലമാണ് എൻ്റേത്. കുട്ടിക്കാലത്താണെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അന്ന് ഈ ബാലരംഗം പരിപാടികൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാലരംഗത്തിലൊക്കെ കൊച്ചു കൊച്ചു കഥകൾ എഴുതുക എൻ്റെ ഒരു ഹോബിയായിരുന്നു. അത് പിൽക്കാലത്ത് പ്രയോജനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുംപുറത്തെ അമച്വർ നാടക സമിതികൾ ഓരോ വിശേഷങ്ങൾക്ക് അവരുടെ ക്ലബിൻ്റെ വാർഷികത്തിന്, സ്കൂൾ വാർഷികത്തിന്, ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിൻ്റെ സജീവമായ ഒരു പ്രവർത്തനമായിരുന്നു ഞാൻ. ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ വളരെ രസാവഹമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ നാട്ടുംപുറത്തെ അമച്വർ കലാസമിതികൾ ഒരു നാടകം എടുക്കാൻ ആലോചിച്ചാൽ ആ നാടകത്തിൻ്റെ സംവിധായകൻ ബേബിക്കുട്ടനാണ്. അത് കഴിവിൻ്റെ പുറത്തുള്ളതല്ല. അതായത് പിറ്റേ ദിവസം നാടകമെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കട്ടൻ്റെ വാടക കൊടുക്കുക, മൈക്കിൻ്റെ വാടക കൊടുക്കുക, പിന്നെ നടന്മാരെ മറ്റ് നടികളെ പിരിച്ചു വിടുക, ഇത്തരം കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക ബാധ്യതയിൽ ഒരു പങ്ക് സംവിധായകൻ വഹിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ സംവിധാന കലയും ഈ നാടകത്തിലെ പാകപ്പിഴകളും അതിൻ്റെ നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാൻ അന്ന് എനിക്ക് കഴിഞ്ഞു. അത് പിൽക്കാലത്ത് പ്രയോജനം ചെയ്യുകയും ചെയ്തു. അച്ഛന്റെ കാലടികൾ പിന്തുടർന്ന് അഭിനയവേദിയിലേക്ക് കയറി വന്ന ബേബിക്കുട്ടൻ പിൽക്കാലത്ത് നാടക അരങ്ങിൽ എഴുതിയത് വിജയങ്ങളുടെ കഥകളായിരുന്നു. നടനെന്ന നിലയിൽ പ്രേക്ഷക പ്രശംസ ഏറെ നേടിയ ആൾ നാടകകൃത്തും സംവിധായകനുമൊക്കെയായി മാറിയപ്പോൾ കിട്ടിയത് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ തന്നെ. എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകം പള്ളിവേട്ട എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അത് ധാരാളം സ്റ്റേജുകളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കാരണം ആ നാടകം കണ്ടതിന് ശേഷം ആണ് പിന്നീട് ഓരോരോ സമിതികൾ എന്നോട് നാടകം ആവശ്യപ്പെട്ടു വന്നത്. അങ്ങനെ ഈ ഗൾഫിലുണ്ടായിരുന്ന ഒരു റഹിം യവന എന്ന സമിതി തുടങ്ങി. അത് പിൽക്കാലത്ത് അത് ശ്രീ കൊല്ലം ബാബു അത് ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അങ്ങനെ ഈ യവനയിൽ നാടകം എഴുതാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ യവനയ്ക്ക് വേണ്ടി ഏതാണ്ട് 8-9 നാടകങ്ങൾ യവനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഈ യവനയ്ക്ക് നാടകം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ നാടകങ്ങളിലെ വിജയം കണ്ടുകൊണ്ട് കേരള തിയേറ്റേഴ്സിൽ നിന്ന് നാടകം എഴുതാനുള്ള ഓഫർ കിട്ടി. അപ്പോൾ കേരള തിയേറ്റേഴ്സിലെ പ്രശസ്തമായ പല നാടകങ്ങളും എൻ്റെ നാടകങ്ങളാണ്. തുളസിത്തറ, ലയവിന്യാസം, മിഥുനൻ രാശി തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ കേരള തിയേറ്റേഴ്സിന് വേണ്ടി തയ്യാറാക്കി. ഈ സമയത്ത് തന്നെയാണ് യവനയ്ക്ക് വേണ്ടി സ്വതന്ത്രൻ, ശത്രു തുടങ്ങിയ പ്രസിദ്ധമായ നാടകങ്ങൾ, അന്നത്തെ കാലത്ത് പ്രസിദ്ധമായ നാടകങ്ങൾ എഴുതുകയുണ്ടായി. അങ്ങനെ ലയവിന്യാസത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ്, കേരള ഗവൺമെൻറ് സംസ്ഥാന അവാർഡ് രചനയ്ക്കുള്ളത് കിട്ടിയുണ്ടായത്. 1983 പ്രൊഫഷണൽ നാടകരംഗത്ത് ബേബിക്കുട്ടൻ എന്ന കലാകാരൻ എന്നും ഒരു വിസ്മയമായിരുന്നു. കൈവച്ച മേഖലകളിലെല്ലാം ചന്തം ചാർത്തിയ കലാകാരൻ. അരങ്ങിൽ പല പല വേഷങ്ങൾ ആടുന്ന അതേ കാലത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിൽ നിന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന നിരവധി നാടകങ്ങളും വാർന്നു വീണു. പ്രൊഫഷണൽ നാടകം അഭിനയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉപാസന എന്നൊരു സമിതി ഈ തേവലക്കര കേന്ദ്രമാക്കി ഞങ്ങൾ 101 പേര് ചേർന്ന് നടത്തുകയുണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ശ്രീ NB തിരുവിക്രമപിള്ളയുടെ ആയിരുന്നു ആദ്യ നാടകം സൗത്തികം. അത് വളരെയേറെ മലയാള നാടക വേദികളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയൊരു നാടകമാണ്. രാജൻ സംഭവമായിരുന്നു അതിൻ്റെ ഇതിവൃത്തം. പക്ഷേ അതുകൊണ്ട് നാടകം ബാൻ ചെയ്യുക വരെ ഉണ്ടായി. പക്ഷേ ആ നാടകം പിന്നെ ഈ പകുതിക്ക് വെച്ച് റിഹേഴ്സൽ നിർത്തേണ്ടി വരും എന്നുള്ള സ്ഥിതി ഉണ്ടായപ്പോൾ ശ്രീ തിരുവിക്രമപിള്ള അന്ന് ഈ സംഘാടകരിൽ ഈ താല്പര്യമുള്ള ആളുകളെ നമുക്ക് ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ആ നാടകം അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കാൺസ്റ്റബിൾ കുറുപ്പ് എന്നൊരു പോലീസുകാരൻ്റെ വേഷമാണ് ഞാൻ ആദ്യമായിട്ട് സൗത്തികം നാടകത്തിൽ. പിന്നെ ആ നാടകം കേരളത്തിലുടനീളം അതിഗംഭീരമായിട്ട് എടുക്കുകയും ചെയ്യും. ആ നാടകത്തിലെ സൗത്തികത്തിലെ കാൺസ്റ്റബിൾ കുറുപ്പിന് ഈ അന്ന് ഫൈൻ ആർട്സ് സൊസൈറ്റികൾക്ക്
ഈ അവാർഡുകൾ കൊടുക്കുന്ന ഒരു വർഷം കഴിയുന്നവരും അവാർഡുകൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അന്നത്തെ എല്ലാ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലും മിക്ക ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെയും ഹാസ്യ നടനുള്ള അവാർഡ് എനിക്കായിരുന്നു. അങ്ങനെ വന്നാണ് സൂര്യസോമ, ഈ തിരുവിക്രമുള്ള തന്നെ മറ്റൊരു സമിതി തുടങ്ങി നവചേതന, അങ്ങനെ ഉള്ള സമിതികൾ. സൂര്യസോമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പള്ളിവേട്ട ആദ്യമായിട്ട് എഴുതുന്നത്. സൂര്യസോമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ അഭിനയവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാടകരംഗം ബേബിക്കുട്ടനെ സിംഹാസനം ഇട്ടുകൊടുക്കുന്നത് എഴുത്തുകാരനായും സംവിധായകനായും പ്രതിഭ അറിയിക്കുന്നതോടെയാണ്. സ്വന്തം നാടക ട്രൂപ്പ് ഉണ്ടാക്കി സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോഴും ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ തലയിലേറ്റിയപ്പോഴും അഭിനയ ആഗ്രഹം അടങ്ങാത്ത കടലായി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇളകിക്കൊണ്ടിരുന്നു. നടൻ, നാടകകൃത്ത്, നാടക സംവിധായകൻ, ഗാനരചയിതാവ്, സംഘാടകൻ, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരിതായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പറയുക. ഈ ഇത്രയും കുട്ടികളുടെ, പക്ഷേ ഞാൻ കൂടുതൽ സംവിധാനം ചെയ്ത് ആദ്യമൊക്കെ നാടക മുതലാളിമാരുടെ പേര് വെച്ചായിരുന്നു ഞാൻ സംവിധാനം ചെയ്യുക, അവരുടെ പേര്, അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് നാടക സമിതി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം പേര് വെച്ചുള്ള സംവിധാനം തുടങ്ങിയത്. ഈ സംവിധായകൻ്റെ കലയാണ് നാടകം. അപ്പോൾ അതിൻ്റെ ആകത്തുക, ആ നാടകം എന്താണ്, എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള ആകത്തുക സംവിധാനൻ്റെ മനസ്സിലാണ്. അത് ഒരു എഴുത്തുകാരനാണെങ്കിൽ അത് കുറേ കൂടി ബലമുള്ളതാവും. മറ്റൊരു എഴുത്തുകാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം സംവിധായകൻ സ്വാംശീകരിച്ചിട്ട് വേണം സാധാരണ നാടകം സംവിധാനം ചെയ്യാൻ. എഴുതി തുടങ്ങുമ്പോഴേ മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചിട്ട് ആ നാടകത്തിൻ്റെ ഫ്രെയിം എങ്ങനെ ആയിരിക്കണം, ഈ മുന്നിലിരിക്കുന്ന അനുവാചകൻ എങ്ങനെ പ്രതികരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നാടകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരനും സംവിധായകനും എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഈ എഴുത്തുകാരനും സംവിധായകനും കിട്ടുന്നത് ഒരു നാടകത്തിൻ്റെ അവതരണം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ നേരിട്ട് കിട്ടുന്ന ഒരു സന്തോഷമല്ല. പക്ഷേ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചോളം അവൻ നേരിട്ട് കൂവലായാലും ശരി, കയ്യടിയായാലും ചിരിയായാലും നേരിട്ട് കിട്ടുന്ന അനുഭൂതി, അതൊരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. കേരളത്തിലെ നിരവധി നാടക സമിതികൾക്ക് വേണ്ടി രചന നിർവഹിച്ച നാടകകൃത്താണ് ബേബിക്കുട്ടൻ. ഒരേ വർഷം തന്നെ ഒന്നിലധികം സമിതികൾക്ക് വേണ്ടി നാടകങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹം. ബേബിക്കുട്ടൻ എന്നും തന്റേതായ നാടക കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ വിരുന്നാകുന്ന നാടകങ്ങൾ ഒരുക്കാനാണ് എന്നും ഇദ്ദേഹം ഇഷ്ടപ്പെട്ടതും താല്പര്യപ്പെട്ടതും.